Hi friends, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ജിപ്സിയുടെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾറെഡി പവർ സ്റ്റിയറിംഗിൻ്റെ പുള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണും. ഇന്നത്തെ വീഡിയോയിൽ പവർ സ്റ്റിയറിംഗിൻ്റെ പ്ലംബിങ്, റേഡിയേറ്റർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, എന്താണ്, എവിടെ നിന്ന് എങ്ങനെയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു ഓയിൽ കൂളർ കൂടി കൊടുക്കണം. അപ്പോൾ ഓയിൽ കൂളറിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ സ്വന്തം റിസ്കിൽ ഇമാരുടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇതൊക്കെ കാശ് കളയുന്ന ഏർപ്പാടാണ്. പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന കേസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊടുക്കുന്ന രീതി കൂടി നമുക്ക് നോക്കാം. അതായത് ആദ്യം നമുക്ക് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്ക് അല്ലെങ്കിൽ റിസർവോയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടുത്തെ ഔട്ടിൽ നിന്ന്, അതായത് ഈ വലിയ ഓസിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൻ്റെ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പ് പ്രത്യേകിച്ച് ഇത് മോഡലിൽ നെട്ടുള്ള ടൈപ്പൊന്നും ആവില്ല. അല്ലാത്ത ടൈപ്പ് ഇതാ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു പൈപ്പിലേക്കാണ് നമ്മൾ ആദ്യം എടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഇതിൽ നിന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് വലിയ പ്രഷറൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ജസ്റ്റ് ഒരു ഒഴുക്കിനാണ് ഇതിലേക്ക് വരിക. അപ്പോൾ ഈ ടാങ്ക് എപ്പോഴും മേലെ ഇരിക്കണം, പമ്പ് എപ്പോഴും താഴെ ഇരിക്കണം. ആ ഒരു ഫ്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പമ്പിൻ്റെ ഔട്ടിൽ നിന്ന് ഇതാ ഈ പോർഷനിലായിട്ട് ഒരു നട്ട് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെയായിട്ട് ഒരു നട്ടുണ്ട്. ഇതിൽ നിന്ന് നേരെ വരുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇന്നിലേക്കാണ്. അപ്പോൾ ഇന്ന് എന്നുള്ളിടത്ത് ഇത് കണ്ടോ ഒരു ആരോ ചിഹ്നം താഴേക്കായിട്ട് കാണും. അതാണ് ഇന്ന്. അതായത് ഇത് നേരെ ഇതിലേക്കാണ്. അപ്പോൾ ഈ വരുന്ന പൈപ്പ് അത്യാവശ്യം നല്ല പ്രഷറിലായിരിക്കും. ഇത് തിരിയുന്നതിൻ്റെ പ്രഷർ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് നേരെ അടിച്ചു കയറ്റുന്നത് ഇതിലേക്കാണ് വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള പോകുന്ന ഹോസ് സ്റ്റാർട്ടിങ്ങിൽ അത് അത്യാവശ്യം പ്രഷറിലായിരിക്കും. പക്ഷേ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അത്രത്തോളം പ്രഷർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് കൂടെ നേരെ നമ്മളുടെ ഓയിൽ കൂളറിലേക്ക് കയറി ഓയിൽ കൂളറിന് നേരെ റിട്ടേൺ ഇതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പവർ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഇന്ന് ഔട്ട് ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഔട്ട് വരുന്നത്, അതായത് പുറത്തേക്കുള്ളത്. ഈ ഉള്ളിലേക്കുള്ള അടിക്കുള്ള ആരമാണ് ഇന്ന് വരുന്നത്. ഈ കൂളർ ബജാജ് ഓട്ടോറിക്ഷയുടെ, അതായത് ബജാജ് RE എന്ന് പറയുന്ന നമ്മുടെ ഓട്ടോറിക്ഷയുടെ എൻജിൻ ഓയിൽ കൂളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഇതിന് ഏകദേശം വരുന്നത് 1189 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഓയിൽ കൂളർ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നീളം, വീതി കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതുപോലെ ഹൈറ്റ് വരുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ, 8 ഒരു 7.5 സെൻറ്റിമീറ്ററിൻ്റെ റേഞ്ചിലാണ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ വീതി വരുന്നത് ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്തിലാണ്. അപ്പോൾ നമുക്കുള്ള ഓയിൽ കൂളറിന് ഏകദേശം ഇത് മതിയായിരിക്കും. അപ്പോൾ ഇവിടെ 2 ബോൾട്ട് ചെയ്യാനുള്ള ഭാഗം വരുന്നുണ്ട്. ഒരു ഇന്നും ഒരു ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിന് എന്ന് പറഞ്ഞാൽ ഏകദേശം 1180 രൂപയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോളി മാർക്കറ്റിൽ നിന്ന് കിട്ടും. പോളി മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 to 600 രൂപയുടെ ഇടയിലാണ് ഇതിന് വരിക. പിന്നെയും ഇത് കുറഞ്ഞ ഒന്നും കൂടി കിട്ടും. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ പോളി മാർക്കറ്റ് ഉണ്ടല്ലോ, ഈ തകര സാധനങ്ങളൊക്കെ എടുക്കുന്നത്, അവരവിടെ ചിലപ്പോൾ എൻജിൻ കൊണ്ടുവന്ന് കൊടുക്കണം. അതിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് അവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ 100 രൂപയുടെ റേഞ്ചിലൊക്കെ ഇതിന് വരുള്ളൂ. അപ്പോൾ ഇത് പിന്നെ അവരെടുത്താകുമ്പോൾ തൂക്കുവിലാണ്. മറ്റവർക്ക് പിന്നെ അതിൻ്റെ വില അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ പകുതി പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്കിത് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടിലാണ്, അതായത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സിൽ നിന്ന് ഔട്ടിലേക്ക് പോകുന്ന അവിടേക്കാണ് നമുക്കിത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പവർ സ്റ്റിയറിങ്ങിൻ്റെ കൂളറിന് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പേസർ ഇട്ട് നേരെ ഇവിടേക്ക് ഡ്രിൽ ചെയ്ത് ഹോൾ ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇന്ന് പറയുന്നത് ഇവിടെ താഴെ, ഔട്ട് എന്ന് പറയുന്ന മുകളിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇതിന്ന് റിട്ടേൺ വരുന്ന ഓയിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇതൊന്ന് ഫില്ലായി നേരെ ഇതിന്നാണ് നമ്മളുടെ റിസർവോയറിലേക്ക് പോവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്നുള്ള ഒരു പൈപ്പ് നമുക്ക് ക്രിമ്പ് ചെയ്തെടുക്കാണ്ട്, അതുപോലെ തന്നെ ഒരു റിട്ടേൺ പൈപ്പും വാങ്ങി വരാം. റിട്ടേൺ ഹോസ് ഞാൻ പോയി ക്രിമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് അവർ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചാണ്. പക്ഷേ അയാളെ സ്പീഡ് കൊണ്ട് എനിക്ക് എടുക്കൽ നടന്നില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ക്രിമ്പ് ചെയ്ത സാധനം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഭാഗം നമ്മളതിമൊന്ന് ഊരി എടുത്തിട്ട് നമ്മളൊരു പുതിയ പൈപ്പ് വെച്ച് ക്രിമ്പ് ചെയ്ത്. അപ്പോൾ ഈ പുതിയ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് അതിൻ്റെത്. PH 147
ഇത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നറിയില്ല. പിന്നെ ഇതാക്കണേ, ഇതാണ് അതിൻ്റെ പ്രഷർ വരുന്നത് 430 PSI. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹോസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് 4 പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ ഒരു 1/2 മീറ്റർ ഒരു പൈപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് ആ റേഡിയേറ്ററിൽ നിന്ന് റിട്ടേൺ റിസർവോയറിലേക്ക് പോകാനുള്ളതാണ്. ഇത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് പമ്പിൽ നിന്ന് റേഡിയേറ്ററിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഈ സ്പേസർ, ഈ ഒരു സംഭവം എന്താ, ഇത് ഇവിടെ തട്ടുന്നതുകൊണ്ടാണ് നമ്മളൊരു സ്പേസർ അഡീഷണൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പ്ലംബിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് കോയോയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പാണ് വരുന്നത്. ഇവിടെ കോയോ എന്നുള്ള ബ്രാൻഡിങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്നാണ്. റിസർവോയർ ടാങ്കിൽ നിന്ന് നേരെ വന്ന് ഇതാ താഴെ ഇവിടെ നമ്മളുടെ പമ്പിൻ്റെ ഇന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന ഏതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ ഇന്നിൽ നിന്ന് നേരെ ഒരു പൈപ്പ് നേരെ ക്രിമ്പ് ചെയ്ത പൈപ്പ്, അതായത് ഇത് അത്യാവശ്യം പ്രഷർ വരുന്ന പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഒരു മെറ്റൽ 4 ടൈപ്പ് വരുന്ന ടൈപ്പ് പൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വന്നതാ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് തട്ടുന്ന പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്പേസർ കാര്യങ്ങൾ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ഇഞ്ചോളം ദാ ഇവിടെ പൊങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോർമൽ രീതിക്ക് തന്നെ നെറ്റ് ബോൾട്ട് ഇട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പമ്പിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ ബോക്സിലേക്ക് എത്തി. ബോക്സിൽ നിന്ന് ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നേരെ ബോക്സിൽ നിന്ന് റിട്ടേൺ പോകേണ്ടതാണ്. അതായത് ബോക്സിൽ നിന്ന് നേരെ ശരിക്കും ഇവിടേക്കാണ് കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ എന്താ ഇങ്ങനെ വന്ന് നേരെ നമ്മളുടെ റേഡിയേറ്റർ നമ്മളുടെ ഓട്ടോഷയുടെ റേഡിയേറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്നിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിന് ഫ്ലൂയിഡ് കുറച്ച് സ്ലോ ആയാൽ പോലും ഇത് നിറഞ്ഞു കഴിഞ്ഞ് നേരെ റിട്ടേൺ നമ്മൾ നേരെ റിസർവോയറിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിലൂടെ അത്യാവശ്യം ഓയിലൊന്ന് തണുക്കും. ഇത് ഓട്ടോഷയുടെ ഓയിൽ കൂളറിൻ്റെ വരുന്നതാണ്. അപ്പോൾ ഇനി അവിടെ പറ്റുകയാണെങ്കിൽ ഒരു ഫാൻ കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടേക്കാം. എന്തായാലും ഇതാ ഇത്രയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് മറ്റ് 1-2 വീഡിയോസിലായിട്ട് കാണാം. കാരണം ഇതിൻ്റെ AC കാര്യങ്ങൾ ചെയ്യാണ്ട് റേഡിയേറ്ററിൽ കുറച്ച് ആൾട്രേഷൻ വരുത്താണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എത്രയൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളുള്ളൂ. ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഞാൻ നമ്മളുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്ന് പുതിയതാക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മളുടെ ഒരു ജിപ്സി ചെയ്തിരുന്നല്ലോ അതുപോലെ കസ്റ്റമേഡായിട്ട് ഈ ഡാഷ്ബോർഡ് കൂടി ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.